ഈ കാണുന്നതാണ് ഹബീബായ മുഹമ്മദ് നബി 1400 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ച ഒരു കിണർ. മദീനയിലാണ് ഈ കിണർ ഇന്നും സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുള്ളത്. തൻ്റെ അനുചരനായ സൽമാനുൽ ഫാരിസിയുടെ അടിമത്ത മോചനത്തിന് വേണ്ടി ഹബീബായ നബി ഒരു ഈന്തപ്പനത്തോട്ടം നിർമ്മിക്കേണ്ടി വന്നു. 300 ഈന്തപ്പന മരങ്ങളാണ് ഒരു സ്ഥലത്ത് നട്ടത്. ആ ഈന്തപ്പന മരങ്ങൾക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടി ഈ ഒരു കിണറ്റിൽ നിന്നായിരുന്നു വെള്ളമെടുത്തിരുന്നത്. ആ കിണറാണ് ഇന്ന് സൗദി സർക്കാർ വളരെ മനോഹരമായിട്ട് സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ളത്. മദീനയിലാണ് ഈ ഒരു കിണറുള്ളത്. ഹബീബായ നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുചരനായിരുന്നു പേർഷ്യൻ സ്വദേശിയായ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു അഗ്നി ആരാധകനാണ്. വേദപണ്ഡിതന്മാരിൽ നിന്നാണ് മദീനയിലേക്കൊരു പ്രവാചകൻ വരുമെന്നുള്ള ഒരു സന്ദേശം അദ്ദേഹം അറിയുന്നത്. അങ്ങനെ മദീന ലക്ഷ്യമാക്കി അദ്ദേഹം നീങ്ങി. അതിനിടയിൽ ചില കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുകയും അതോടുകൂടി തൻ്റെ ജീവിതം മാറി മറിയുകയും ഒരു അടിമയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെയാണ് ബനൂ ഖുറൈള എന്ന ജൂതവർഗത്തിലൊരു കോടീശ്വരൻ ഈ സൽമാൻ ഫാരിസിയെ വില കൊടുത്ത് വാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലെ ഒരു അടിമ മാത്രമായ സൽമാൻ ഫാരിസി. ആ സമയത്താണ് പ്രവചനത്തിൽ പറഞ്ഞതുപോലെ ഹബീബായ നബി മദീനയിലേക്ക് ഹിജറ വരുന്നത്. എങ്ങനെയെങ്കിലും നബിയെ വന്നൊന്ന് കാണണമെന്ന് സൽമാൻ ഫാരിസ് ഉറപ്പിച്ചു. അങ്ങനെ ആരും അറിയാതെ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് വന്നു. ഇസ്ലാം മതം സ്വീകരിച്ചു. നബിക്ക് വലിയ സന്തോഷമായി. തന്നെ മോചിപ്പിക്കണമെങ്കിൽ ഒരു തോട്ടത്തിൽ 300 ഈന്തപ്പന മരങ്ങൾ നടണമെന്നും ആശി പിടിച്ച ആ ബനൂ ഖുറൈളയിലെ യജമാനൻക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു തോട്ടം നിർമ്മിക്കുകയും ആ തോട്ടത്തിൽ 300 ഈന്തപ്പന മരങ്ങൾ നടുകയും ചെയ്തു. ഈ കിണറ്റിൽ നിന്നാണ് അതിൽ നിന്ന് വെള്ളം കോരിയെടുത്തിരുന്നത്. ഹബീബായ നബിയുടെ കൈകൊണ്ട് തന്നെ നിർമ്മിച്ച ആ ഈന്തപ്പന തോട്ടം ഇന്നും മദീനയിലുണ്ട്. അതും സൗദി സർക്കാർ സംരക്ഷിക്കുന്നുണ്ട്. ഈ അടുത്താണ് ഈ കിണർ സംരക്ഷിക്കാൻ തുടങ്ങിയത്. മദീനയിൽ മുമ്പുണ്ടായിരുന്ന പല പ്രവാചക കാലത്തെ അടയാളങ്ങളും വഹാബി സർക്കാർ നശിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരം ചില വീണ്ടെടുക്കലുകൾ നടക്കുന്നത്. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിക ഭരണകാലത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ സമ്പന്നരായപ്പോഴും ഈ ഈന്തപ്പന നാരുകൾ കൊണ്ട് കുട്ടയുണ്ടാക്കിയിട്ടാണ് ഉപജീവനമാർഗം കഴിച്ചിരുന്നത്. മദീന ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ ഈ തോട്ടവും മുസ്ലിങ്ങൾക്ക് തിരികെ ലഭിച്ചു. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും മദീനയിലെ ഈ ഒരു കിണറും ഈന്തപ്പന തോട്ടങ്ങളൊക്കെ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ സന്തോഷം താഴെ കമൻറ്റ് ചെയ്യൂ.